പ്രിയരെ, സ്ക്രോൾ ചെയ്തതിനു മുമ്പ് ഒരു നിമിഷം വിശുദ്ധ വചനത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. യഹോവയുടെ ദൂതൻ ഗിദെയോനെ കണ്ടെത്തി ദൈവശബ്ദം കൈമാറുമ്പോൾ അവനെ അഭിസംബോധന ചെയ്തത് ഇപ്രകാരമാണ്: അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോടുകൂടെ. ആ അഭിസംബോധനയ്ക്ക് മറുപടിയായി യഹോവയുടെ ദൂതനോട് നിരവധി ആശങ്കകളും സംശയങ്ങളും ചോദ്യങ്ങളും ഗിദെയോൻ ഉന്നയിക്കുന്നു. ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവിക്കുന്നത് എന്താണ്? പിതാക്കന്മാരിൽ കൂടി കേട്ട ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇപ്പോൾ എവിടെയാണ്? ഞാൻ ഒരുവനായി നിന്ന് എങ്ങനെ ഇസ്രായേലിനെ രക്ഷിക്കും? ഗിദെയോന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ തന്റെ ചോദ്യങ്ങൾക്കും ആശങ്കകൾക്കും ഏറെ പ്രസക്തിയുണ്ട്. ശക്തരായ പ്രബലരായ മിദ്യാന്യർ ഇസ്രായേലിനെ സംഹരിക്കുവാൻ കടന്നു വരുന്നു, അവരെ കീഴടക്കുന്നു, അവരുടെ ധാന്യങ്ങൾ സ്വത്തുവകകൾ അപഹരിക്കുന്നു. അതുകൊണ്ട് ശേഷിച്ച ഇസ്രായേലിയർ മുഴുവൻ പാർക്കുന്നത് പർവ്വതങ്ങളിലും ഗുഹരങ്ങളിലും ദുർഗങ്ങളിലുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ താൻ ഒരുവനായി നിന്ന് എങ്ങനെ ഇസ്രായേലിനെ രക്ഷിക്കും? തൻ്റെ ചോദ്യങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്. എന്നാൽ ഈ ചോദ്യങ്ങൾക്കോ ആശങ്കകൾക്കോ ഒന്നും ഉത്തരം നൽകാതെ, അതിനൊന്നും മറുപടി പറയാതെ ദൈവത്തിൻ്റെ ദൂതൻ ഗിദെയോനോട് പറയുകയാണ്: ദൈവം നിന്നോടുകൂടെയുണ്ട്, നീ ഒരുവനായി നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കും. ആ ദൈവശബ്ദത്തിന് മുൻപിൽ ഗിദെയോൻ മറിച്ച് ഒന്നും പറയാതെ കേട്ട ദൈവിക വാക്കുകൾക്ക് അനുസൃതമായി ചുവടുവയ്പ്പുകൾ നടത്തുന്നു, ക്രമീകരണങ്ങൾ വരുത്തുന്നു. അതുകൊണ്ട് പിന്നീട് വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, സാധ്യതകളൊന്നുമില്ലാത്ത ഗിദെയോൻ ഒരുവനായി നിന്ന് യോഗ്യതകളില്ലാത്ത 300 പേരെ കൊണ്ട് ശക്തരായ പ്രബലരായ മിദ്യാന്യരെ ഒന്നടങ്കം സംഹരിക്കുന്നു. ഇസ്രായേലിലെ ആദ്യത്തെ രാജാവായി തീരുവാൻ ഗിദെയോന് അവസരം ലഭിക്കുന്നു. എന്തുകൊണ്ടാണ്? ദൈവശബ്ദത്തിനനുസൃതമായി ചലിച്ചതുകൊണ്ട്. പിന്നീട് കാലഘട്ടങ്ങൾക്ക് ശേഷം എബ്രായ പുസ്തകം വായിക്കുമ്പോൾ അവിടെ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഗിദെയോന്റെ പേരും കർത്താവ് ഉൾപ്പെടുത്തുന്നു. പ്രിയരെ, പലപ്പോഴും നാം ദൈവശബ്ദം കേൾക്കാറുണ്ട്, പ്രവചന ശബ്ദം കേൾക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സാധ്യതകൾക്കനുസരിച്ച് നമ്മുടെ ബുദ്ധിയിൽ നിരവധി ചോദ്യങ്ങളും ആശങ്കകളും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അതിനനുസരിച്ച് ചുവടുവയ്പ്പുകൾ നടത്തുവാൻ നമുക്ക് കഴിയാറില്ല. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് വിശ്വാസത്തോടുകൂടി കേട്ട ദൈവശബ്ദത്തിനനുസൃതമായി ചലിക്കുമ്പോഴാണ്. ബഹുജാതികൾക്ക് പിതാവായ അബ്രഹാം വിശ്വാസവീരനായി തീർന്നത് കേട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ ചുവടുവയ്പ്പുകൾ നടത്തിയപ്പോഴാണ്. യാക്കോബ് ദൈവത്തിന്റെ പ്രഭുവായി തീർന്നത്, അല്ലെങ്കിൽ ഇസ്രായേലായി തീർന്നത് വിശ്വാസത്തോടെ സഞ്ചരിച്ചപ്പോഴാണ്. അങ്ങനെ വിശുദ്ധ വചനം പരിശോധിക്കുമ്പോൾ നിരവധി വിശുദ്ധന്മാരെ, ഭക്തന്മാരെ കാണുവാൻ കഴിയും. വിശ്വാസത്തോടെ സഞ്ചരിച്ച് അവർ ദൈവപ്രവൃത്തികളെ കണ്ടു. നമ്മുടെ ഏത് സാഹചര്യത്തിനു മേലും പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും വിശ്വാസത്തോടെ സഞ്ചരിക്കുമ്പോൾ. വിശ്വാസമില്ലാത്ത മേഖലയിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് വിശ്വാസത്തോടെ ഏത് സാഹചര്യത്തിലും നമുക്ക് ചലിക്കുവാനിടയായി തീരട്ടെ. നമ്മുടെ അസാധ്യതകളുടെ മേൽ പ്രവർത്തിക്കുവാൻ കർത്താവിന് കഴിയും. എപ്പോൾ? വിശ്വാസത്തോടെ സഞ്ചരിക്കുമ്പോൾ. നമ്മുടെ ഓരോ മേഖലകൾക്കകത്തും യോഗ്യതയില്ലായ്മയിലും കഴിവുകേടുകൾക്കകത്തും ദൈവപ്രവൃത്തി വെളിപ്പെടും വിശ്വാസത്തോടെ സഞ്ചരിക്കുമ്പോൾ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു.